ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്, ABC ജ്യൂസ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിന് മുൻപ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ABC ജ്യൂസ് ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ആൽഫബറ്റിലുള്ളതുപോലെ A ഫോർ ആപ്പിൾ. അപ്പോൾ ആദ്യം നമുക്ക് ആപ്പിൾ തന്നെ എടുക്കാം. ഇത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ 1 മണിക്കൂർ മുമ്പേ ഞാൻ കുറച്ച് ഉപ്പും വിനീഗറും ഒക്കെ ഒഴിച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതായിരുന്നു. ഇത് നമുക്ക് ഇപ്പോൾ തോല് ഫീൽ ചെയ്തെടുക്കാം. കാരണം ആപ്പിളിലൊക്കെ വാക്സ് ഒക്കെ അടിച്ച് വരുമെന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് കെയർഫുള്ളായി നമ്മുടെ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ഒട്ടും കീടനാശിനിയുടെ അംശങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചൊന്ന് കെയർഫുള്ളായി നമുക്കൊന്ന് പീൽ ചെയ്ത് എടുക്കാം. പീൽ ചെയ്ത് ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. അകത്തിരിക്കുന്ന കുരുവും വരാതെ ശ്രദ്ധിക്കണം. കുരുവും നമ്മൾ കളയണം. അപ്പോൾ ഇതിനെ ഇനി ചെറുതായി നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആപ്പിള് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. കുരുവുമുള്ള എല്ലാ കുരുവും റിമൂവ് ചെയ്തു. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ABC ജ്യൂസിൽ അടുത്തത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് കുറച്ചൊന്ന് പീൽ ചെയ്ത് എടുക്കാം. ഇതും ഞാൻ നേരത്തെ 1 മണിക്കൂർ മുമ്പേ കുറച്ച് ഉപ്പും വിനീഗറും കൂടെ കലർന്ന വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന, പിന്നെ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തതാണ്. അപ്പോൾ അതും നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം, തൊലി ഒരുപാട് ഡീപ്പായി കളയണ്ട, ചെറുതായി പുറത്തുകൂടെ ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ ബീട്രൂട്ടും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലി ചെറുതായി ഒന്ന് പീൽ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. ഇനി ഇതും കൂടെ നമുക്ക് ഈ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം. വളരെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഹീമോഗ്ലോബിൻ്റെ ലെവൽ കൂടാനും വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ദിവസവും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ മോഡറേഷനിൽ വേണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ABCയിൽ നമുക്ക് ആപ്പിളും ബീട്രൂട്ടും ആയി ഇനി ഒന്നുകൂടെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എടുക്കുന്നത് ക്യാരറ്റാണ്. ABCയിൽ അവസാനത്തേത് C ഫോർ ക്യാരറ്റാണ്. അപ്പോൾ ക്യാരറ്റും ഇതുപോലെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, ഇത് നമുക്ക് ഒരുപാട് പീൽ ചെയ്ത് കളയണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് കളഞ്ഞാൽ മതി. ഒരുപാട് ഡീപ്പായി പീൽ ചെയ്യണ്ട. അപ്പോൾ ഇനി ഇതും നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ചൂടാക്കുകയൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് മാക്സിമം കീടനാശിനിയൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടാക്കി കുടിക്കാവൂ. അതുപോലെ നല്ല വെള്ളം യൂസ് ചെയ്യണം. നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ഇത് ഉണ്ടാക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അതും കൂടെ നമുക്ക് ഇവിടെ മിക്സിയിലിട്ട് അടിച്ചെടുത്തത് ഒഴിച്ച് അരിച്ചെടുക്കാം. മാക്സിമം ജ്യൂസ് കിട്ടുന്ന രീതിയിൽ നമ്മളിതിനെ പിഴിഞ്ഞെടുക്കണം. ഇത് നമുക്ക് അങ്ങനെ കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് കുടിക്കാം. പക്ഷേ മിക്കവാറും പേർക്ക് ഇതിങ്ങനെ
ഒരുപാട് ഈ തരികളൊക്കെ ഉണ്ടായിരുന്ന ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്കിതിനെ ഒന്ന് നന്നായി പിഴിഞ്ഞ് മാക്സിമം ജ്യൂസ് കിട്ടത്തക്കവണ്ണം അരിച്ചെടുക്കാം. വേസ്റ്റ് കുറവായിട്ടും നമുക്ക് കിട്ടാനുള്ള ജ്യൂസ് മാക്സിമം വരത്തക്കവണ്ണം നമുക്ക് നല്ലപോലെ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇഞ്ചിയുടെ അളവ് ഒരുപാട് കൂടിയാൽ വല്ലാത്തൊരു ചുവ ഉണ്ടാകും. അതുകൊണ്ട് കുറച്ച് മതി. ഇനി അതും ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം. അത് ആദ്യം കുറച്ച് ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം ബാക്കി വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ജ്യൂസ് നന്നായി മാക്സിമം കിട്ടത്തക്കവണ്ണം പിഴിഞ്ഞ് എടുത്തു. ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഹണിയാണ്. മധുരമൊന്നും ആവശ്യമില്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് അങ്ങനെ തന്നെ കുടിക്കാം. കുറച്ച് മധുരം വേണമെന്നുള്ളവർക്ക് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കരുത്, ഹണി ഉപയോഗിക്കാം. ഇനി നമ്മൾ ഇപ്പോൾ ഹണിയും ഈ 3 ഗ്ലാസ്സിലും ഒഴിച്ചു. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങ നീരാണ്. ഓരോ ടീസ്പൂൺ വീതം നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡിയായി. ഇത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു മോഡറേഷനിൽ എല്ലാം എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ABC ജ്യൂസ്.